അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ് കിതാബ് താരീഖിലെ അദ്ദറസു സാനി, രണ്ടാമത്തെ പാഠം അൽ മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയെ കുറിച്ചിട്ടാണ്. നമുക്ക് പാഠഭാഗം വായിക്കാം, അതിൻ്റെ തദ്രിബാത്ത് നോക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്തത് എന്തായിരുന്നു? വീടോ കച്ചവട സ്ഥാപനമോ നിർമ്മിക്കുകയായിരുന്നോ? അല്ല, മുസ്ലിങ്ങൾക്ക് ഇബാദത്തിനായി ഒത്തുകൂടാനും ദീൻ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കാനും കഴിയുന്ന ഒരു പള്ളി പണിയുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. അവിടെ ഉണ്ടായിരുന്ന കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. ബനു നജ്ജാർ ഗോത്രക്കാർ ആ സ്ഥലം ദാനമായി കൊടുക്കാൻ തയ്യാറായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്തത്. അതിനാവശ്യമായ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഹാബികൾ കല്ലുകളും മണ്ണും ശേഖരിച്ചു പള്ളി നിർമ്മാണം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നിർമ്മാണത്തിനിടെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറതി ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. എല്ലാം അനുയായികളെ ഏൽപ്പിച്ചു മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ഇഖ്ലാസോടെ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു. കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ചുമരുകളും ഈന്തപ്പനയുടെ മേൽക്കൂരയുമായിരുന്നു പള്ളിക്ക് ഉണ്ടായിരുന്നത്. മദീന പള്ളി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രമാണ്. കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നത്. മസ്ജിദ് നബവിയുടെ വിവിധ കാലങ്ങളിലെ രൂപങ്ങൾ. 1481 ഈ രൂപത്തിലാണ് മസ്ജിദ് നബവി കാണപ്പെട്ടത്. 1850 ഈ രൂപത്തിലേക്ക് ഒന്നും കൂടി മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നെ 1948 ആ കാലഘട്ടങ്ങളിൽ വന്ന മാറ്റം. 1988 ഈ രൂപത്തിലായി. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും വന്ന മാറ്റം, ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് കുട്ടികൾ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ തദ്രിബാത്ത് നോക്കാം. പൂരിപ്പിക്കുക എന്നതാണ് ആദ്യം വന്നത്. 1. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്തത് ഡാഷ് നിർമ്മിക്കുകയായിരുന്നു. എന്താണ്? ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. മദീനയിൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പള്ളി നിർമ്മിക്കുകയായിരുന്നു. അപ്പൊ നമുക്കവിടെ ഒരു പള്ളി എന്ന് എഴുതി കൊടുക്കാം. അടുത്തതാ രണ്ടാമത്തത്, ഡാഷും ഡാഷും ഉപയോഗിച്ചാണ് പള്ളി ഉണ്ടാക്കിയത്. എന്തുപയോഗിച്ചാണ്? കല്ലും മണ്ണും ഉപയോഗിച്ചാണ് അവിടെ പള്ളി ഉണ്ടാക്കിയത്. അടുത്തത് ഇനി ചർച്ച ചെയ്യാനാണ്. എന്താണ് ചോദ്യം വന്നത്? മദീനയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പള്ളിയാണ് നിർമ്മിച്ചത്. അതിന് കാരണം എന്ത് എന്നാണ്. എന്താണ് കാരണം? മുസ്ലിങ്ങൾക്ക് ഒത്തുകൂടാനും ദീനീ കാര്യങ്ങൾ പഠിക്കാനും ഭരണപരമായ കാര്യങ്ങൾ കൂടിയാലോചിക്കാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ ഉടനെ പള്ളി നിർമ്മിച്ചത്. അപ്പൊ നമുക്ക് അത് എഴുതി കൊടുക്കാം, അത് മനസ്സിലാക്കാം. അടുത്തതാ, ഭൂമി ദാനം കൊടുക്കാൻ അവർ തയ്യാറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വില കൊടുത്തു വാങ്ങിയതിലെ ഗുണപാഠം എന്ത്? എന്താണ് അതിലെ ഗുണപാഠം? എന്തായിരുന്നു?
ആ സ്ഥലം 2 അനാഥ കുട്ടികളുടേതായത് കൊണ്ടാണ്. നമുക്കവിടെ എന്ത് മനസ്സിലാക്കാം? ആ സ്ഥലം 2 അനാഥ കുട്ടികളുടേതായിരുന്നു. അവർക്ക് അത് നൽകുന്നത് കാരണം വിഷമമുണ്ടാകരുത് എന്ന് കരുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണം നൽകിയത്. നമ്മൾ മറ്റുള്ളവരോട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ അത് അവർക്ക് പ്രയാസമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അത് മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അവരുടെ വരുമാന മാർഗങ്ങളോ അവരുടെ ജീവിത മാർഗങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഗുണപാഠം കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ മനസ്സിലാക്കാനാണ്, നമുക്ക് അവിടെ എഴുതൊന്നും വേണ്ട, അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവിനെ ഈ ചരിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അധികാരം ഉപയോഗിച്ച് ആജ്ഞാപിക്കുന്നവനല്ല, മറിച്ച് എന്താണ്? തൻ്റെ അണികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുണാനിധിയായ ഒരു ജനനായകനെയാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കാം. ഇനി ഉത്തരം എഴുതാനാണ്. എന്താണ്? മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായി ആരായിരുന്നു? ബനൂ നജ്ജാർ ഗോത്രക്കാർ. നമുക്കത് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതോ? മസ്ജിദുൻ നബവി നിസ്കാരത്തിന് പുറമെ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്? ഏതൊക്കെയായിരുന്നു? മസ്ജിദുൻ നബവി നിസ്കാര കേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം തുടങ്ങി മദീനയിലെ ഇസ്ലാമിക കേന്ദ്രം കൂടിയായിരുന്നു അത്. അപ്പം അത് നമുക്കവിടെ മനസ്സിലാക്കാം. അടുത്തതാ, പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പങ്കെടുത്തത്? എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കല്ലുകൾ ചുമക്കുകയും നിർമ്മാണത്തിൽ നേതൃത്വം നൽകുകയും ചെയ്തു. അവർക്ക് ആവേശം പകരുന്ന നേതാവായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചത്. അത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. എല്ലാം അനുയായികളെ ഏൽപ്പിച്ച് മാറി നിൽക്കുന്ന നേതാവിനെയല്ല, പകരം കൂടെ പണിയെടുത്ത് അവർക്ക് ആവേശം പകരുന്ന നേതാവിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പം അത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ തദ്രിഭാഗത്തിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.